ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാലക്കാട് വരെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു KSRTC ബസ്സിൽ എവിടേക്കെങ്കിലും ഒന്ന് ലോങ് ആയിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ എന്നോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് എന്തായാലും പാലക്കാട് പോവാം, KSRTCയിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 7 മണി ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മലപ്പുറത്ത് നിന്ന് ബസ് കയറാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ വരെ ബൈക്കിൽ പോയിട്ട് അവിടുന്ന് KSRTCയിൽ കയറി. മലപ്പുറത്ത് നിന്ന് കയറിയ സമയത്ത് ഞങ്ങൾക്ക് ആദ്യം ലേഡീസ് സീറ്റിലാണ് ഇരുന്നത്. ഞങ്ങൾ 3 പേർക്കുള്ള ഒരു സീറ്റിലാണ് ഇരുന്നത് കേട്ടോ. അങ്ങനെ ടിക്കറ്റിന് 2 പേർക്ക് 198 രൂപയാണ് കേട്ടോ ആയത്, മലപ്പുറത്ത് നിന്ന് പാലക്കാട് വരെ. പിന്നെ ഞങ്ങൾ സീറ്റ് മാറിയിരുന്നു, എനിക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടി. സന്തോഷമായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് KSRTCയിൽ കുറച്ച് ലോങ് ആയിട്ട് എവിടെയെങ്കിലും പോകണം എന്നുള്ളത്. KSRTCൻ്റെ ഒരു പാക്കേജ് ഉണ്ടല്ലോ മൂന്നാർക്കുള്ള, അതിൽ പോകാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു പാക്കേജ് ഉള്ള സമയത്തൊന്നും കാക്ക് ലീവ് കിട്ടില്ല, ലീവുള്ള സമയത്താണെങ്കിൽ പാക്കേജും ഉണ്ടാവില്ല. അപ്പോൾ കുറേ കാലം അതിനിങ്ങനെ ആഗ്രഹിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നടക്കില്ല എന്ന് തോന്നിയപ്പോൾ എന്തായാലും ബസ്സിലൊന്ന് പാലക്കാട് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏതായാലും അവിടെ പുതിയ ലുലു മാളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ KSRTCയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം പാലക്കാട് എത്താനായിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ആ മലകളൊക്കെ കാണുന്നുണ്ട്. ഈ പാലക്കാടൊക്കെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല, കുറേ മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. അന്ന് സ്കൂളിൽ നിന്ന് ടൂർ വരുന്ന സമയത്ത് മലമ്പുഴ വരെ വന്നിട്ടുള്ളതായിരുന്നു. ഈ അടുത്തൊന്നും ഞാൻ പാലക്കാട് വന്നിട്ടേ ഇല്ലായിരുന്നു. എനിക്കിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ബസ്സിന് പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഈ കാറിൽ പോകുന്നതും എനിക്ക് തീരെ താല്പര്യമില്ല. ബൈക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പോകും. അങ്ങനെ ഞങ്ങൾ പാലക്കാട് സ്റ്റാൻഡിലെത്തിയ സമയത്ത് 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ പോകുന്നതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാലക്കാട് ഇറങ്ങിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഫുഡ് ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് ലുലു മാളിൽ പോയി. അവിടെ പുതിയ ലുലു മാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടുന്ന് 150 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോയിൽ പോയി. ഞങ്ങൾ ഫുള്ളായിട്ട് ഓട്ടോയിൽ പോയിട്ടില്ല, ഓട്ടോയിൽ ബസ് സ്റ്റോപ്പ് വരെ പോയി. പാലക്കാടിൻ്റെ KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ ഈ ഒരു ഓട്ടോയിൽ പോയി. അവിടുന്ന് പിന്നെ ഇതുപോലെ ചെറിയൊരു ബസ്സിന് തന്നെ പോയത് കേട്ടോ. 15 രൂപയായിട്ടായിരുന്നു ടിക്കറ്റ് ആയത്. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബസ്സിന് അങ്ങനെ ഇറങ്ങി കയറി ആ ഒരു വൈബിൽ അങ്ങനെ പോയി. അങ്ങനെ ബസ് കയറി. അവിടുന്ന് ഒരു 15 രൂപയുടെ ദൂരമേ ഉള്ളൂ കേട്ടോ. എത്ര കിലോമീറ്റർ ടൈമൊന്നും എനിക്കറിയില്ല. 15 രൂപയാണ് ടിക്കറ്റ് ആയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി. പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങി. അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി. കൂടുതൽ ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ബസ്സിനല്ല പോയത്. അപ്പോൾ പിന്നെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് സാധനമൊക്കെ ഒന്ന് വാങ്ങി അങ്ങനെ പോന്നു. ഒരു ബെഡ്ഷീറ്റും പിന്നെ അതേപോലെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള കുറച്ച് ഐറ്റംസും അങ്ങനെ അത്ര മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബെഡ്ഷീറ്റ് കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നി, അപ്പോൾ പിന്നെ അതൊന്നും എടുത്ത്. ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഒരു ഐറ്റം തന്നെ, അതായത് ആപ്പിൾ തന്നെ ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേകമായിട്ട് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് ഐറ്റമൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി കണ്ടിട്ട് പോന്നു. പിന്നെ ഞങ്ങൾ നടന്ന നട്ട്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ട് അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പേരും പോലും അറിയാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാഷ്യൂവും പിന്നെ ഒരു ബ്രസീലിയൻ നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അതും വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിയിട്ട്. ബെഡ്ഷീറ്റിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ അവിടെ നിന്നൊരു ബെഡ്ഷീറ്റും സെലക്ട് ചെയ്തു കേട്ടോ.
ഇറങ്ങിയിട്ടോ. അവിടുന്ന് ഞങ്ങൾ ബസ്സിന് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ലുലുമാളിൻ്റെ തൊട്ട് മുമ്പ് തന്നെ പാലക്കാടേക്കുള്ള ബസ് കിട്ടി. ഒരു ബസ്സിൽ കയറിയിട്ട് പോവുകയാണ് ചെയ്തത്. പാലക്കാട് നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് മലമ്പുഴ അവിടെ അടുത്താണല്ലോ, അപ്പോൾ 8 കിലോമീറ്റർ ദൂരമായിട്ടുള്ളൂ. അവിടെ അങ്ങനെ ബോർഡ് കണ്ടു. അപ്പോൾ എന്നാൽ പിന്നെ മലമ്പുഴയ്ക്ക് കൂടെ കയറാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ബസ് ഏതാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് മലമ്പുഴയ്ക്കുള്ള ഒരു ബസ്സിലും കയറിയിട്ടോ. അപ്പോൾ മലമ്പുഴയ്ക്കുള്ള ഒരു ബസ്സിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളും കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇറങ്ങി. പിന്നെ ഞങ്ങളും പിന്നെ ഒരു 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ആ പാലക്കാടിലാതെ ഒരു ചെറിയൊരു റോഡിലൂടെയൊക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഒരു നാട്ടിൻ പ്രദേശത്തിലൂടെയൊക്കെ പോയി അങ്ങനെ മലമ്പുഴ ഡാമിൻ്റെ ആ ഒരു ഭാഗത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. കുറേ ദൂരം നമ്മൾ ആ മലയൊക്കെ കാണുന്നുണ്ട്. ആ മല കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല, കുറച്ച് മുന്നേ ഒരു ആൾ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മലയിൽ കുടുങ്ങിയതൊക്കെ, അതൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ട് ആ മലയൊക്കെ കണ്ടപ്പം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡാമിൽ അവിടെ എത്തി. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി. അപ്പോൾ ബസ്സുകാരോട് ഞങ്ങൾ ചോദിച്ചു കേട്ടോ, ഇനി ലാസ്റ്റ് ബസ് എപ്പോഴാണെന്നുള്ളത്. നമുക്ക് തിരിച്ച് പോകണമല്ലോ. അപ്പോൾ ലാസ്റ്റ് ബസ് പാലക്കാടേക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഒലവക്കോടിലാണെങ്കിൽ 6 മണി വരെ അങ്ങനെ എന്തോ ഒരു ടൈം പറഞ്ഞിട്ട് ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. ആ ഒരു സൈഡിലുള്ള റോഡിലൂടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കി. നമുക്ക് വെള്ളമോ ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ റോഡിലൂടെ അങ്ങനെ നടന്നു. വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് നോക്കുമ്പോൾ ഒരു റോപ്പ് വേൻ്റെ ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ പോയിട്ട് അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തു, അതിൽ കയറി. 71 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വന്നത്. ഇതിൽ കയറി രസമായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ, നമുക്ക് ആ മലമ്പുഴ ഡാമിൻ്റെ ആ ഒരു പാർക്ക് മുഴുവനായിട്ട് ഇങ്ങനെ മുകളിലിരുന്ന് കാണാൻ പറ്റിട്ടോ. ഫുള്ള് വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ ഒരു വെള്ളത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ, ചെറിയൊരു പോയ പോലെ ആ ഒരു വെള്ളത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഒരു ചെറിയൊരു പേടിട്ടോ. താഴെ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ അവിടെ എത്തുമ്പോൾ മാത്രം ചെറിയൊരു പേടി, അല്ലാത്ത അവിടെയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ മൊബൈലിങ്ങനെ പിടിക്കുമ്പോൾ അത് ചാടുമോ എന്നുള്ളൊരു പേടി അതും ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ദൂരം പോയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ പോരാനുണ്ടായത്. ഇതിൻ്റെ മുമ്പിൽ എമർജൻസി നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാന്നുള്ള രീതിയിലാവും ആ നമ്പർ അതിലുണ്ടായിരുന്നു കേട്ടോ. താഴെ നല്ല ഭംഗിയിൽ ഒരുപാട് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മല്ലികയൊക്കെ പല വെറൈറ്റി കളേഴ്സിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ റോപ്പ് വേയിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ അതേപോലെ തന്നെ നടന്ന് ഇനി പാർക്കിൻ്റെ ഉള്ളിൽ കയറാമെന്നുള്ള രീതിയിൽ അതിലൂടെ ഇങ്ങനെ നടന്നു വന്നിട്ടോ. അപ്പോൾ ആ ഒരു റോപ്പ് വേയിലൂടെ പിന്നെ ഒരുപാട് പേരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ താഴത്ത് നിന്നും അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് പോന്നു. എന്നിട്ട് വെള്ളം വാങ്ങാൻ കയറിയ സമയത്ത് അവിടെ
ഒന്ന് ഊണ് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഊണ് കഴിച്ചു. എനിക്ക് ആവശ്യമില്ലായിരുന്നു, ബിരിയാണി കഴിച്ചത് തന്നെ വിശന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഒരു ഇതേപോലെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ ഡാമിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പല ഐറ്റംസ് ചെടികൾ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു തരം മല്ലികയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ആ ഒരു റോപ്പ് വേ പോകുന്നത്. ഈ ഒരു മുകളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാ വ്യൂ ഫുള്ളായിട്ട് മുകളിൽ ഇരുന്ന് അറ്റത്തിൽ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു സ്പീഡിൽ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ ആമ്പലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഈ ഒരു പാർക്ക്, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ ബസ്സിനായതുകൊണ്ട് തന്നെ കുറേ സമയം അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു, വേഗം തിരിച്ചിറങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് കയറി. അവിടെ അതുപോലെയുള്ള ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കയറി ഡാമിൻ്റെ ഭാഗത്തേക്ക് നടന്ന് അപ്പോൾ അതാ അങ്ങനെ ഇവിടെ എത്തിയിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത്. മുകളിൽ നിന്നുള്ള പാർക്കിൻ്റെ വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ പാർക്ക് ഫുള്ളായിട്ട് ഇതുപോലെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തൂക്കുപാലം ആ മലകളൊക്കെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആ തൂക്കുപാലത്തിലൂടെ ഒന്നും പോകാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി അതുപോലെ തന്നെ കുറച്ച് ദൂരം പോയിട്ട് വേഗം ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരാണ് ചെയ്തത്, സമയമില്ലാത്തതുകൊണ്ട്. നമ്മൾ മലമ്പുഴ എത്തുമ്പോൾ തന്നെ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സമയം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾ വേഗം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേഗം തിരിച്ചു പോരാണ് ചെയ്തത്. 6 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു പോന്നു. മലമ്പുഴയിൽ നിന്ന് പാലക്കാട്ടേക്ക് നേരിട്ട് ബസ് ഉണ്ടായിരുന്നു. ആ ഒരു ബസ്സിൽ കയറി പാലക്കാട് KSRTC സ്റ്റാൻഡിൽ വന്നിറങ്ങി. പിന്നെ നമ്മളെ ഹെയർ ബോ മെറ്റീരിയൽസ് അവിടെ ഉണ്ടോ, അവിടുത്തെ റേറ്റ് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. റേറ്റ് കുറവുണ്ടെങ്കിൽ കുറച്ച് വാങ്ങാമെന്നുള്ള രീതിയിൽ അവിടെ ഷോപ്പിലൊക്കെ ഒന്ന് ചോദിച്ചു. പക്ഷേ എനിക്കങ്ങനെ വില കുറവായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ മാത്രമല്ല മെറ്റീരിയൽ അധികമൊന്നും എനിക്കവിടെ കണ്ടില്ല. ഞാൻ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. പിന്നെ കുറച്ച് റിബൺസൊക്കെ വാങ്ങിയിട്ട് ഞാൻ അവിടുന്ന് പോരാണ് ചെയ്തത്. നമ്മൾ KSRTC സ്റ്റാൻഡിലെത്തിയിട്ട് അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് മിൽമൻ്റെ ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. അതൊരു KSRTC ബസ്സിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിന് ചായയൊക്കെ കുടിച്ച് അപ്പോൾ വന്ന് സ്റ്റാൻഡിലെത്തി നോക്കിയപ്പോൾ ഞങ്ങൾക്കുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ വന്ന ബസ്സാണെങ്കിൽ മലപ്പുറം വരെ ഉള്ളതുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് കോഴിക്കോട് വരെയുള്ള ബസ് കിട്ടണമായിരുന്നു. അപ്പോൾ പിന്നെ കുറേ സമയം അവിടെ നിന്നു. ബസ് വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാധാരണ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ രാത്രി വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് 1000 ലൈക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ മസിൻ്റെ കൂടി വഴി ഊട്ടി പോയ ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം.